മോഹൻലാൽ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഇല്ലാത്ത അഹങ്കാരം നിനക്കൊക്കെ എന്തിനാടാ? രണ്ടുപേരും പറയുന്നത് അവരാരാണ്. അതാണ് എന്റെ അഭിപ്രായം. ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള്, എനിക്ക് വേറെ വാക്കാണ് വന്നത് വായിൽ. ഇയാള് വന്നിട്ട് പറയുന്നത് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഉണ്ടെന്ന്. പോസിറ്റീവ് സ്റ്റോക്കിംഗ് ഒന്നും തന്റെ കാര്യത്തിൽ അപ്ലൈബിൾ അല്ല. കാരണം താൻ ചെയ്തത് തെമ്മാടിത്തരമാണ്, തല്ലുകൊള്ളിത്തരമാണ്, തന്തല്ലാഴിയാണ്. എന്താണ് നിന്റെയൊക്കെ വിചാരം? എന്താണ് നിനക്ക് ആരാ? നീയൊക്കെ മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന മറ്റവന്റെ കുണ്ടി കൊണ്ടുപോയിട്ട് ക്യാമറ വെച്ചിട്ടല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് ഈ സാബു എന്ന് പറയുന്ന ആള്. തലയെ കയറി ഇരുന്ന് തൂറിട്ട് ഇങ്ങനെ തേച്ചിട്ട് പോകും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാബു മോനായാലും മറ്റേ ജോജു ജോർജ് സ്വയം എന്ന് പറഞ്ഞ ഞാൻ നല്ല എയർല, എനിക്ക് മനസ്സിലായി. അത്രയും വലുപ്പമൊന്നും ഇല്ല കേട്ടോ സാബുവിന്. സാബു എന്തൊക്കെയോ PR വർക്കൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒക്കെ ചെയ്ത് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പുള്ളി ഇപ്പൊ വേട്ടയനിൽ കയറി. പുള്ളി ഭയങ്കര അഭിനയമാണെന്നാ പറയുന്നത്. എന്ത് അഭിനയമാണ്? എന്താണ്? വാട്ട് ഈസ് ആക്ടിങ്? ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്നൊക്കെ പറഞ്ഞ പോലെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? നിങ്ങൾ ആറാട്ടണ്ണനും ഫ്രണ്ട്സ് ആണോ? സത്യത്തിൽ എനിക്ക് അതാണ് ഡൗട്ട്. ആറാട്ടണ്ണനെ പൊക്കി വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് അടിക്കുന്നതാണോ ഇതൊക്കെ? ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് ഇവര് ചുമ്മാ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് കത്തിച്ചു വിട്ടിട്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ അതിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ ആ ചൂട് ഇങ്ങനെ ആ ഒരു പരിപാടി, ആ ഒരു ഇതുണ്ട്. എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. തിരുവനന്തപുരം ഗ്യാങ് ഇതൊക്കെയാണ്. പിന്നെ മോഹൻലാല് മറ്റേ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു, ഇതൊക്കെ പറയുന്ന ഒരാളാണല്ലോ നമ്മുടെ അല്ല, ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു അത് വളരെ ഷാജി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറാണ് പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയും. പിന്നെ പുള്ളി നല്ലവനാണ്, പുള്ളി ഭയങ്കര വല്ലവനാണ്, ഭയങ്കര കഴിവുള്ളവനാണ്, ഭയങ്കര പഠിച്ച ആളാണ്. ഞാൻ 2 പ്രാവശ്യം മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്, MPhil ചെയ്തിട്ടുണ്ട്, 4 പ്രാവശ്യം BSc പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് തള്ളാറുണ്ട് പുള്ളി. അതൊന്നും അല്ല ഇപ്പൊ വിഷയം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ സാബു മോൻ, ബിഗ് ബോസിൽ വന്ന സാബു മോൻ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും പറയാൻ കിട്ടുന്ന ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, തരികിട സാബു. എന്താ വൈര്? ആ പേര് മാറ്റിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പല മക്കള് എന്നെ ഇന്നും അവന്മാര് തരികിടെന്നേ വിളിക്കുള്ളൂ. കാരണം നിങ്ങൾ അമ്മാരി ഷോ ആയിരുന്നു അതില്. അത് നിങ്ങളുടെ അത് ദൈവം നിങ്ങൾക്ക് വിധിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് മാറില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. വേറെ ഒരാളുണ്ട്, എനിക്കറിയാവുന്ന ഒരാളാണ്. പക്ഷെ ആ പുള്ളിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, അതുകൊണ്ട് വേണ്ട. അങ്ങനെ ഈ പേര് വീഴുന്ന ആൾക്കാര്, കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി അമ്മാതിരി പ്രവൃത്തിയാകുമ്പോ, ഈ മാമപ്പണി ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോ ഒരു പേരങ്ങ് വീഴും. കോഴിക്കച്ചവടം, പട്ടിക്കച്ചവടം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പേരങ്ങ് വീഴും. പേര് വീണ് കഴിയുമ്പോ പിന്നെ ആ പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങള് മറ്റേ അരിബ്രാഞ്ചി അറിയാമല്ലോ, അതുപോലെയാണ് തരികിട സാബു. അരിബ്രാഞ്ചിയുടെ അത്രയും വലുപ്പമൊന്നും ഇല്ല കേട്ടോ സാബുവിന്. സാബു എന്തൊക്കെയോ PR വർക്കൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒക്കെ ചെയ്ത് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പുള്ളി ഇപ്പൊ വേട്ടയനിൽ കയറി. പുള്ളി ഭയങ്കര അഭിനയമാണെന്നാ പറയുന്നത്. എന്ത് അഭിനയമാണ്? എന്താണ്? വാട്ട് ഈസ് ആക്ടിങ്? ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇയാള് മറ്റേ വന്നിട്ട് ഓരോ ചാനലിൽ ഇരുന്ന് തള്ളുന്ന കാണുമ്പോ എന്റെ ദൈവം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? നിങ്ങൾ ആറാട്ടണ്ണനും ഫ്രണ്ട്സ് ആണോ? സത്യത്തിൽ എനിക്ക് അതാണ് ഡൗട്ട്. ആറാട്ടണ്ണനെ പൊക്കി വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് അടിക്കുന്നതാണോ ഇതൊക്കെ? ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് ഇവര് ചുമ്മാ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് കത്തിച്ചു വിട്ടിട്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ അതിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ ആ ഒരു ചൂട് ഇങ്ങനെ ആ ഒരു പരിപാടി, ആ ഒരു ഇതുണ്ട്. എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. കാരണം ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് വന്നിട്ടാണ് ഇയാൾ ഈ ആറാട്ടണ്ണന്റെ കാര്യം പറയുന്നത്. ഇയാള് വന്നിട്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണല്ലോ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്, അതോ ആനയോ ചേനയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അങ്ങനെ. കാരണം ഇവന്മാര് കോപ്പറേറ്റ് അടിക്കും, ആരെങ്കിലൊക്കെ വന്ന് അടിക്കും. ഇപ്പൊ ഇത് വീഡിയോ വെച്ചിട്ട് എന്താ? വീഡിയോ വെച്ചാലും എന്റെ വീഡിയോ ഇത്രയൊക്കെ ആൾക്കാരെ കാണത്തുള്ളൂ. വീഡിയോ ഇല്ലെങ്കിലും ഞാനിപ്പോ ഈ എഡിറ്റ് ചെയ്ത് മെനക്കെട്ട് ഇരുന്നിട്ട് അത് കട്ട് ചെയ്ത് അത് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വല്ലതും വലിയ ലാഭമൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ഈ ഓർഡിനറി ആയിട്ട് വന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് അങ്ങ് സംസാരിച്ചിട്ട് പോവാം എന്നുള്ള ഒരു ഐഡിയയിൽ വന്ന. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? ലെൻസ് വെക്കാൻ അറിയാവോ? ഫസ്റ്റ് ഷോ ഇൻട്രോവൽ കഴിയുന്നതിന് മുമ്പേ വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അത് തന്തല്ല കേട്ടോ.
ഇന്റർവെൽ കഴിയുന്നതിന് മുമ്പേ വന്ന് പടം കൊള്ളില്ല എന്നൊക്കെ പറയുന്നത്. ഈ ആറാട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് സ്ക്രിപ്റ്റഡ് ആണോന്ന് അറിയില്ല. ഇതൊക്കെ മറ്റേ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുള്ള കോപ്പിയടി പാർട്ടീസാണ്. പിന്നെ തരികിട സാബു പിന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അതാണ് എനിക്കൊരു സംശയം. ഈ സാബുവും ഈ ആറാട്ടനും ഫ്രണ്ട്സ് ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് വലിയൊരു ഡൗട്ടുണ്ട്. കാരണം ഇവനെ ഒന്ന് പൊക്കി വിടാം, കാരണം ഇവൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഇയാൾ വന്നിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായി മാറിയല്ലോ. ഇപ്പൊ മാറിയല്ലോ. വലിയ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണിത്? രണ്ടുപേരും പറയുന്നത് അവരാരാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള്, എനിക്ക് വേറെ വാക്കാണ് വന്നത് വായിൽ. ഇയാൾ വന്നിട്ട് പറയുന്നത് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഉണ്ടെന്ന്. പോസിറ്റീവ് സ്റ്റോക്കിംഗ് ഒന്നും തൻ്റെ കാര്യത്തിൽ അപ്ലൈബിൾ അല്ല. കാരണം താൻ ചെയ്തത് തെമ്മാടിത്തരമാണ്, തല്ലുകൊള്ളിത്തരമാണ്, തന്തല്ലാഴിയാണ്. ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ, ഒരു പെണ്ണ്, ഏതോ ഒരാൾ അവരുടെ പുറകിൽ നടന്ന് കറക്റ്റ് അവർ എടുത്തുന്ന സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുക, ഫ്രണ്ടിൽ പോയി നിൽക്കുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, കോമാളിത്തരമൊക്കെ കാണിക്കുക. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ, അല്ലെങ്കിൽ ലാലേട്ടന് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്, പെണ്ണിന് ഇഷ്ടമാവും. ശ്രീനിവാസൻ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. ആ പാവം രാജകുമാരനിലൊക്കെ പോയിട്ട്. അത് പുള്ളി അറിയാതെ ചെയ്യുന്നതാണ്, പുള്ളി സ്റ്റോക്കിംഗ് ആയിട്ട് ചെയ്യുന്നതല്ല, പുള്ളിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് തന്നെ പുള്ളിക്ക് ആ സിനിമയിൽ അടി കിട്ടുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പൊ അമ്മാതിരി പണിയാണ് താൻ കാണിക്കുന്നത്. താൻ പോയിട്ട് അവിടെ നടിയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അവരെ കുറിച്ച് പിന്നെയും പിന്നെയും ഈ ആൾക്കാരൊക്കെ അവരെ കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് ആ ആള് അതാരാന്ന് ആൾക്കാരെ എടുത്ത് നോക്കി. ഒരു നടി ഇയാള് ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ടുണ്ട്. സന്തോഷ് വർക്കി അക്ക, നമ്മുടെ ഓറോട്ടണ്ണൻ. എന്താണ് ബൈ, നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ അയാൾ പറഞ്ഞു നമ്മുടെ തരികിട സാബു. അത് നന്ദലാഴിയാണ്, അത് വേറെ കാര്യം. അയാളിപ്പോ ഇരിക്കുന്ന സ്ഥലം മറ്റേ ശിവന്റെ കഴുത്തില് പാമ്പ് എന്ന് പറയുന്ന പോലെ, ശിവന്റെ കഴുത്തിലുള്ള ആ പാമ്പിനെ ആൾക്കാർ തല്ലത്തില്ല, അതിനെ മറ്റേ തൊഴും. പക്ഷെ അത് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാല് തല്ലിക്കൊന്ന് മറ്റേ കത്തിച്ചു കളയും. ആ ഒരു സ്ഥിതിയിലാണ് ഇയാള്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് അതാണ്. നമ്മുടെ സാബു മോൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര നല്ലവനാണ്, ഭയങ്കര കോണ്ടാക്ട്സ് ആണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയാണ് ഞാൻ കേട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഒരു പൊതുവേദിയിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇതിപ്പോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, മറ്റേ വന്നിട്ട് എല്ലാവരെയും പുച്ഛിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ ഒരു അമ്മ വന്നിട്ട് കുറെ നാൾ മുമ്പേ പുച്ഛിച്ചല്ലോ, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്കീം ഉണ്ട്. അത് വേണ്ട. അതെന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്. അതിപ്പോ നിങ്ങളെ ശരിപ്പെടുത്താനൊന്നല്ല, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ നാറും, അത്രേ ഉള്ളൂ. ഇതിപ്പോ നാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാ? വല്ല നല്ല രീതിയിൽ ജീവിച്ചൂടെ? കാശുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെ പോ. മറ്റേ ജോജു ജോർജ്, അയാൾക്കുണ്ട് ഇതുപോലെ ഒരു കടി, ഇത് ഇയാൾക്കുണ്ട്. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സംഭവമാണ്. അതായത് ഈ അല്പന് എന്തോ പറയുമല്ലോ, ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതുങ്ങളെയൊക്കെ കാണുമ്പോൾ. ജോജു ജോർജ് ആയാലും ഇയാളായാലും കുറെ ആൾക്കാരുണ്ട്. നേരത്തെ പൃഥ്വിരാജിന് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ പോട്ടെന്ന് വെക്കാം, കാരണം അപ്പൻ ആക്ടർ ആയിരുന്നു, അമ്മ ആക്ട്രസ് ആയിരുന്നു. പഴയ അന്ന് ജനിച്ചു വീണപ്പോൾ മുതലേ എല്ലാം സെറ്റാണ്. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. ഒരുത്തൻ അഹങ്കാരം കാണിക്കുമ്പോൾ അവനൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെ നമ്മൾ അംഗീകരിക്കും. അത് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം ഒന്നുമില്ലാത്തവൻ വന്ന് അഹങ്കാരം കാണിക്കുന്നതും കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉള്ളവൻ വന്നിട്ട് അഹങ്കാരം കാണിക്കുന്നതും ഒരു രസമുണ്ട്. കുറച്ച് ഇപ്പൊ മാർക്ക് സുക്കർബർഗ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ നമുക്കൊരു ഹരമായിട്ട് തോന്നും. പക്ഷെ ഒന്നുമില്ലാതെ വന്നിട്ട് മറ്റേ പാരഷൂട്ടിൽ ഞാൻ വന്നു, ഞാൻ ഇങ്ങനെ റീൽസ് ചെയ്തു, ഞാൻ മറ്റേ ഇത് സെൽഫി എടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്നൊരു ഫീലിംഗ് വരും. അതാണ് സംഭവം. ഇപ്പൊ എന്നെ തന്നെ ഈ കണ്ണാടി വെച്ച് കാണുമ്പോൾ ആൾക്കാർക്ക് കടിയാണ്. ഞാൻ കണ്ണാടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കണ്ണാടി വെച്ചേക്കുന്നതാണ്. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓ നീ ആര് മേര്, നീ ആര് എന്നും പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പോട്ടെ, ഒരു കണ്ണാടി വെച്ചുകൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഓരോ ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്. ഒരുത്തൻ കാറ് മേടിച്ചിട്ട് അവിടെ കിടന്ന് BMW വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സീന. ഒരുത്തൻ എന്നോട് ഞാൻ ചോദിച്ചു, കാർ ഓടിക്കാൻ ചോദിച്ചു, അവൻ കാറ് തന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അതും മറ്റേ കണ്ടന്റ് പാർട്ടീസാ, മറ്റേ ഫ്രണ്ട്ഷിപ്പാ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ കേട്ടെ. കാരണം പക്ഷെ ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇത് ഒറിജിനൽ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഇതിനെ ശരിക്കും ഫീൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് മറ്റേ ആൾക്ക്.
കാറ് തരില്ല എന്ന് പറഞ്ഞ ആൾക്ക്. കാറ് ചോദിച്ച ആൾക്ക് പിന്നെ ഉളിപ്പില്ലെന്ന് നമുക്കറിയാമല്ലോ. അത് പണ്ട് പോലെ അങ്ങനെ നമ്മൾ ടോപ്പിക് ഇട്ട് വഴുതി പോകുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാതെ നമ്മൾ സാധാരണ നമ്മുടെ അഭിപ്രായം ഒരേ വീഡിയോയിൽ മൊത്തമായിട്ട് പറഞ്ഞിട്ട് പോവാ എന്നുള്ള ആ ഒരു ഐഡിയയിൽ ഒന്നാണ്. ആ ഒരു കാരണം ടൈം വേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്കും അതിങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു സംസാരിക്കുന്നുണ്ട് ഇയാൾ, കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. എന്താണേലും ഇത് ഈ ആറാട്ടണ്ണൻ നമ്മുടെ തരികിട സാബു, തരികിട എന്ന് പറയുമ്പോൾ ഭയങ്കര കലിപ്പാവുന്നുണ്ട് ആശാൻ. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. പക്ഷെ അത് കാണിക്കത്തില്ല. ഭയങ്കര ഭയങ്കര സംഭവം എന്നാ പറയുന്നത്. ഓഹ് എന്റെ അമ്മേ. അതായത് ഞാൻ ആലോചിക്കുന്ന അതല്ല, ഞാൻ ആലോചിക്കുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോ ലാലേട്ടനും മമ്മൂക്കയും ഇവർക്കൊക്കെ പ്രായമായല്ലോ, 75 അല്ലെങ്കിൽ 72 ഇനി ഒരു 10-15 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ എന്താണെങ്കിലും എല്ലാവരും മരിക്കുമല്ലോ. ഞാൻ അവര് ഉടനെ മരിക്കുമെന്നല്ല പറയുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ അവര് സിനി ഫീൽഡിൽ ഉണ്ടാവില്ല, ലോകത്തുണ്ടാവില്ല, ലോകത്തിൽ നിന്ന് ഇവിടെ പറയും. ഒരു 15 കൊല്ലം കഴിയുമ്പോൾ, അല്ല ഒരു 20 കൊല്ലം കഴിയുമ്പോൾ വെച്ചോ, 90 നല്ല ഏജാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ, വേളയിൽ എന്നൊക്കെ പറയാം, നമ്മുടെ ഈ പൊറിഞ്ചു, മറ്റേ ജോജു, പിന്നെ മറ്റേ ഈ തരികിട സാബു, ഇമാരി ടീംസൊക്കെ എന്തൊക്കെ അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്, എന്തൊക്കെയായിരിക്കും ഇമാർ ചെയ്തു കൂട്ടുന്നതെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോന്നറിയില്ല, ചിലപ്പോൾ അതിനു മുമ്പേ ഞാൻ തട്ടി പോവാം, അതും പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്തുള്ള പിള്ളേര് ഇത് എന്തോ ആണ്, ഇത് എന്താ ഈ അലവലാദികൾ കാണിക്കുന്നത്? അല്ലെ പ്രായമുള്ള ആൾക്കാർ ആ സമയത്ത് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ ഒരു പ്രായമായിട്ട് അവരൊക്കെ ഉണ്ടാവുമല്ലോ, 50-55 വയസ്സൊക്കെ ആയിട്ട്. അവർക്കൊക്കെ എന്തൊരു ഷോക്കായിരിക്കും എന്നാ. അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും, ഭയങ്കര ഹൈടെക് ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ചുമ്മാ ക്യാമറ ഒക്കെ ഒരു പീസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് 5G 6G 10G എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ വരുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഇവന്മാര് എന്തുവാണിത്? ഞാൻ പറയുന്നത് ഒറ്റ പോയിന്റേ ഉള്ളൂ, ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ എനിക്ക്. ഇവർ രണ്ടും ഫ്രണ്ട്സ് ആണ് എന്നാണ് എൻ്റെ ഒരു സംശയം. ഇവര് ഒന്ന് കത്തിച്ചു വിട്ടതാണ്, അതിപ്പോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആറാട്ടനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള, ആറാട്ടനും പോയിട്ട് ചോദിച്ചു കാണും. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളൊക്കെയാണ് സാബു എന്നൊക്കെ ഞാൻ കേട്ടുള്ളത്. കാരണം ഇയാളുടെ പരിപാടി ഏതാണല്ലോ, തരികിടയാണല്ലോ. ഇയാള് മറ്റേ വന്നിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിക്കും, പിന്നെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ വന്ന് യൂസ് ചെയ്ത വാക്കുകൾ ഊളൻ, അവന്റെ ചെപ്പടിച്ച് ഞാൻ പോയി പൊട്ടിക്കും, അവൻ മറ്റേ പ്രൈവറ്റ് സ്പേസിൽ കയറി വന്നു, അവൻ എങ്ങനെ ഒരാളിനെ ടച്ച് ചെയ്യും, ടച്ച് ചെയ്ത് എന്താ പോയി, ടച്ച് ചെയ്യപ്പെട്ട ആൾക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്താണ്? ഓ, ഇതുപോലെ ഒരു സിനിമയെ രക്ഷിക്കാൻ കുറെ മാര് വന്നിട്ടുണ്ട്. എന്റെ അമ്മേ, എന്താണ് നിന്റെയൊക്കെ വിചാരം? എന്താണ് നിനക്ക് ആരാ? നീയൊക്കെ മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന മറ്റവന്റെ കുണ്ടി കൊണ്ടുപോയിട്ട് ക്യാമറ വെച്ചിട്ടല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് ഈ സാബു എന്ന് പറയുന്ന ആള്. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ആശാൻ, അതൊന്നും കാണിക്കില്ലല്ലോ. അതൊക്കെ ഇപ്പൊ ഒരു ഭയങ്കര ഹരമാണ്, ഭയങ്കര ഇതാണ്. മറ്റേ വലിയ ആക്ടേഴ്സ്, ഇപ്പൊ മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക പോലത്തെ ആക്ടേഴ്സിനൊക്കെ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത്, കാരണം അവര് കുറെ കാലമായിട്ട് മറ്റേ 5 സ്റ്റാറിൽ തന്നെ ജീവിക്കുകയാണല്ലോ, 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആംബിയൻസിലാണ്. അപ്പൊ അവർക്ക് ഇതൊക്കെ വലിയ സംഭവമാണ്. ഈ മറ്റേ പട്ടി, പൂച്ച, ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഭയങ്കര ഫുഡില്ലാത്തവന് പട്ടിയെ കാണുകയാണെങ്കിൽ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടും. കാരണം ഫുഡില്ലാതെ കുറെ ആൾക്കാരുണ്ടേ, അവർക്കൊന്നും ആ ഒരു ഫീലിംഗ് ഒന്നും, ഇവരുടെ ഫീലിംഗ് ഒന്നും അവർക്ക് വരില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് ഭയങ്കര മറ്റേ ഇങ്ങനൊക്കെ ഇരിക്കുമ്പോ ഈ സാബുമോന്റെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ, ഓഹ് മാൻ, എന്താ അല്ലേ, എന്ത് പാടുപെട്ടാ, ഓഹ് എന്താ, എന്ത് പാടാ. ഒരു ക്യാമറയും തൂക്കി പിടിച്ച് ഒരു ക്യാമറ കൊണ്ടുപോയിട്ട് വെച്ചിട്ട്, ഇതാ ഇപ്പോഴും കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ മറ്റേ യൂട്യൂബിൽ, എന്നിട്ട് തല്ലു മേടിക്കുന്നുണ്ടല്ലോ. അതാണ് ഒരു കണ്ടന്റ്. ചുമ്മാ പോയിട്ട് ഓരോ ഊളത്തരം പറയാം, അതാണ് ഊളത്തരം. കോട്ടവരാതം, ഇയാൾ പറഞ്ഞൊരു വാക്കാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. കോട്ടവരാതം അല്ലേ ഇത് എന്നൊക്കെ ഇയാള് കാണിച്ചുകൊണ്ടിരുന്ന കാട്ടവരാതം, തരികിട പരിപാടി. അതിന് പേര് അത് ദൈവം അറിഞ്ഞ് ഇട്ടതാണ്. ദൈവം മറ്റേ അറിഞ്ഞ് ആ സമയത്ത് ആ പേര് ഇയാൾ തന്നെ ഇട്ടതായിരിക്കും, തരികിട എന്ന് പറഞ്ഞ്. അത് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഫ്യൂച്ചറിൽ വരുമെന്ന് ഇയാൾ ആ സമയത്ത് പ്രതീക്ഷ കാണത്തില്ല. എന്നാൽ ഇയാൾ ആ പേരെടുത്തില്ല, തരികിട സാബു. താൻ കാണിച്ചത് ഞങ്ങൾക്ക് അറിയില്ലടാ നേരെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ കമന്റിലിട്ട് കീച്ചിക്കൊണ്ടിരിക്കുന്നത്. നാണമില്ലല്ലോ പോയി. നിങ്ങൾ മറ്റേ അതുപോലെ ഇരുന്ന് വന്നതല്ലേ, അപ്പൊ അതൊന്ന് കൺസിഡർ ചെയ്തൂടെ നിങ്ങൾ?
ഇപ്പോ ലാലേട്ടന്റെ മോൻ പ്രണവ് പോലത്തെ ആള് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു അഹങ്കാരം കൊണ്ട് പറയല്ലടാ പാട്ടിയുടെ മോനെ. അഹങ്കാരി ആണവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങള് ഈ ഒരു സ്ഥലത്തു നിന്ന് ഇതുപോലത്തെ ഒക്കെ സംഭവത്തിൽ നിന്ന് വന്നതാ. നിങ്ങളുടെ സമയത്ത് ഇത്രയും ടെക്നോളജി ഇല്ല. അപ്പൊ ആ പരിപാടി സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ പാടുപെട്ടു. ഓക്കെ, സംഭവമൊക്കെ ഇത്. ഇപ്പൊ ആൾക്കാർ ചുമ്മാ ഒരു മുറിയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് കാശുണ്ടാക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. നിനക്കൊക്കെ ക്യാമറ വെക്കാൻ അറിയാവോ? നിനക്കൊക്കെ എന്തറിയാം സിനിമയെ കുറിച്ച്? നിങ്ങൾക്ക് എന്തറിയാം സിനിമയെ കുറിച്ച്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത് സിനിമയിൽ? ആക്ടിങ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ കാണിക്കുന്നത്? രണ്ട് എക്സ്പ്രഷൻ അല്ലാതെ നിങ്ങളുടെ മുഖത്തില് വലിയ എക്സ്പ്രഷൻ ഒന്നും വന്ന് ഞാൻ കണ്ടില്ല. ജോജു ജോർജിനെ പറയുന്നത് ഭയങ്കരമാണെന്നാ. ജോജു പോലത്തെ ഒരു ആക്ടർ ഇല്ലെന്നാ പറയുന്നത്. എന്താ അയാള് കാണിക്കുന്നത്? ഒരേ മാതിരിയുള്ള ആക്ടിങ് ആണ്, ഒരേ ടൈപ്പാ. ഇങ്ങനെ പശു ചാട ഇടാൻ നിൽക്കുന്നത് അമ്മാതിരി ആൾക്കാരാണ് നിങ്ങള്. നിങ്ങൾക്ക് PR വർക്കുണ്ട്. നിങ്ങൾക്ക് ഏത് വാതിലിൽ മുട്ടിയാൽ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആ ഫീൽഡിൽ നിങ്ങൾ കുറച്ച് മെനക്കെട്ട് ആ സമയം കളഞ്ഞ് നിങ്ങൾ ആ ഫീൽഡിൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കിയെടുത്തു. അല്ലാതെ നിങ്ങൾ ഒരു പുണ്ണാക്കം അവിടെ ചെയ്തിട്ടില്ല. കഥ എഴുതുന്നവൻ ആരോ, ഡയറക്ട് ചെയ്യുന്നവൻ ആരോ. ഇപ്പൊ ഒരുത്തൻ ഡയറക്ട് ചെയ്തിട്ട് കാർക്കിച്ച് തുപ്പിയല്ലോ കുറെ ആൾക്കാർ. എന്നിട്ട് വന്ന് എന്റെ പടം ഞാൻ ഇത്ര കോടി മുടക്കിയാൽ എല്ലാവരും വന്ന് കണ്ടോണം, ഭയങ്കര പടമാണെന്നാ പറയുന്നത്. ഭയങ്കര പടം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ എന്താ മോനെ, എന്താ ബോയ് എന്നും പറഞ്ഞോണ്ട്. അവിടെ പോയി നോക്കുമ്പോ അറിയാം ആയിര് എന്നും പറഞ്ഞ ആൾക്കാർ തിരിച്ചു വരുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വിജയിപ്പിക്കുക, ഇതൊക്കെ ഓരോ ട്രിക്സ് ആണ്. അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷെ വന്നിട്ട് മറ്റുള്ളവനെ അവന്റെ ദേഹത്ത് അവന്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് വേണ്ട. കാരണം ആൾക്കാര് തൂറി മെഴുകി മറ്റേ തലയിൽ കയറി ഇരുന്ന് തൂറിട്ട് ഇങ്ങനെ തേച്ചിട്ട് പോകും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാബു മോനായാലും മറ്റേ ജോജു ജോർജ് നല്ല സ്വയം വന്ന് പറഞ്ഞ ഞാൻ നല്ല എയർല, എനിക്ക് മനസ്സിലായി. അത് ആക്കിയത് താങ്കൾ തന്നെയല്ലേ? എന്തിനാ? എടാ, പ്രണവ് മോഹൻലാൽ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഇല്ലാത്ത അഹങ്കാരം നിനക്കൊക്കെ എന്തിനാടാ? എന്റെ ഒരു ചീപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാ വെച്ചോ, പ്രണവ് മോഹൻലാലിനും അല്ലെങ്കിൽ ദുൽഖർ സൽമാനും ഇല്ലാത്ത അഹങ്കാരം നിനക്കൊക്കെ എവിടുന്നായി കിട്ടുന്നത്? ഇതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ പോടെ എന്നാ പറയാൻ തോന്നുന്നത്. അവിടെ മുഖ്യമന്ത്രിക്ക് അഹങ്കാരമുണ്ട്, അത് പിന്നെ സഹിക്കാം, കാരണം മുഖ്യമന്ത്രിയാണല്ലോ. അല്ലെ പ്രധാനമന്ത്രിക്ക് അഹങ്കാരം, ഇതൊക്കെ സഹിക്കാം. പക്ഷെ ഈ മാരി ടീംസ് ഉണ്ടല്ലോ, ഈ അഹങ്കാരം വെച്ച് വാഴിക്കില്ല മലയാളീസ്. അത് മനസ്സിലായിക്കോ.